ഹലോ വാട്സപ്പ് ഗെയിമേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു റോബ്ലോക്സ് എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഗൈസ്, നമ്മൾ ഇന്ന് ഇവിടെ കളിക്കാൻ പോകുന്ന ഗെയിമാണ് കിക്ക് എ ലക്കി ബ്ലോക്ക്. ഓക്കെ, അപ്പം പേര് പോലെ തന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ലക്കി ബ്ലോക്ക് എടുക്കുക, തൊഴിക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഇവിടെ നിന്നിട്ടാണ് നമുക്ക് തൊഴിക്കേണ്ടത്. ഓക്കെ, തൊഴിച്ചപ്പുറത്തെ പള്ളയെ കളയണം. എനിക്ക് തോന്നുന്നു ഈ മീറ്റർ പോലെയുള്ള സംഭവം സ്പീഡായിരിക്കും, നമ്മുടെ കിക്കിൻ്റെ പവർ ആയിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് തൊഴിക്കാം. എക്സലൻറ്റ് ഗൈസ്, നമുക്ക് എവിടെ വരെ പോകും നമുക്ക് നോക്കാം. അയ്യേ ഗൈസ്, നമുക്ക് വെറും കോമൺ ഏരിയയിലാണ് വീണേ. സൂപ്പർ സ്ലോ ആയിട്ടുള്ള, അയ്യോ ഗൈസ്, ഇത് കൊള്ളാം കേട്ടാ. ഇത് നമ്മളെ ചേസ് ചെയ്ത് വരുമെന്ന് തോന്നുന്നു. യെസ് ഗൈസ്, ആ വേവ് ഇല്ലേ, അത് നമ്മളെ ചേസ് ചെയ്ത് തരും കേട്ടാ. അത് വേവ് എന്ന് തന്നെയാണ് പറയുന്നതെന്ന് തോന്നുന്നു. സൂപ്പർ സ്ലോ ആയിട്ടുള്ള വേവ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം ഗൈസ്. അപ്ഗ്രേഡ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ല ഒരു കാര്യമാണ്, കാരണം അതിനനുസരിച്ചുള്ള പൈസ ഇത് തന്നെ തരും ഗൈസ്. അതുകൊണ്ടാണ് ഈ കുഞ്ഞു സാധനവും ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നത്. അത് നമുക്ക് നല്ല ലാഭം കിട്ടുന്നവരാണ് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് കുറച്ചും കൂടെ പൈൻ എടുക്കാം, എന്നാൽ കുറച്ചും കൂടെ എടുക്കാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് എന്നാ വെയിറ്റ് ഷോപ്പിൽ ചെന്നിട്ട് നമുക്ക് വെയിറ്റ് മേടിക്കാം. $0 നമ്മളൊരു വെയിറ്റ് മേടിച്ചു ഗൈസ്. ഇച്ചിരി മാറി നിന്ന് ചെയ്യടാ ഗൈസ്, നമുക്ക് ഇച്ചിരി മാറി നിന്ന് ചെയ്യാം. ഗൈസ് എടാ, ഇങ്ങനെ വെയിറ്റ് കൂടുമ്പം നമുക്ക് കിക്ക് പവർ കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഓരോ തവണ സ്ക്വാട്ട് ചെയ്യുമ്പോഴും നമുക്ക് കിക്ക് പവർ കിട്ടുന്നുണ്ട്. പിന്നെ ആ 2x പിടിച്ച് നിൽക്കുമ്പം കുറച്ചും കൂടെ കിട്ടുന്നുണ്ട് ഗൈസ്. ഇത് കിടുകയായിട്ടാ, എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് ഗൈസ് എന്നാൽ ഒരു 100 കിക്ക് പവർ ആക്കിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ 100 എന്ന് പറഞ്ഞപ്പോൾ ഏതാണ്ട് 112 ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് വെയിറ്റ് നമുക്ക് മാറ്റാം. ഓക്കെ, ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്ഗ്രേഡ് യുവർ സ്പീഡ്. ഓക്കെ, നമുക്ക് സ്പീഡ് അപ്ഗ്രേഡ് ചെയ്യാമായിരുന്നു ഗൈസ്. ഈ ഗെയിമിനകത്തും പഴയ എല്ലാത്തിനെ പോലെ നമുക്ക് സ്പീഡൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള. നമുക്കിപ്പോൾ എത്ര സ്പീഡുണ്ട് അതൊന്നും കാണിക്കുന്നില്ലെന്ന് തോന്നുന്നല്ലേ. നമ്മുടെ സ്പീഡ് 20. ഗൈസ്, നമുക്ക് ഒരു ലക്കി ബ്ലോക്കും കൂടെ തൊഴിക്കാം. ഇത്തവണ പെർഫെക്റ്റ് ആയിരിക്കണം ഗൈസ്. ഓ ഗൈസ്, പെർഫെക്റ്റ്. എടാ, നമ്മൾ ബൈസൈക്കിൾ കിക്ക് അടിച്ചു മോനെ. എടാ, നമ്മുടെ റെയർ ഏരിയയിലാട്ടാ വീണേ. നോർമലായിട്ടുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. ഗ്യാങ്സ്റ്റർ ഫുട്ടേറയാണ് ഗൈസ് നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ടാമത്തെ ബെയിൻ റൂട്ട്. $15/s അല്ലേ. ഇതിനകത്ത് എല്ലാത്തിനകത്തും അത്യാവശ്യം പൈസ കുറവാന്ന് തോന്നുന്നു. എടോ, ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, അപ്ഗ്രേഡ് ചെയ്ത് എന്തുകൊണ്ട് നല്ലതാണെന്ന്. അവൻ്റെ $2K നമുക്കിപ്പോൾ തന്നെ കിട്ടി. ഇനി ഇവനെ അപ്ഗ്രേഡ് ചെയ്തിടാം. ഇവനെ ഒരു ഇപ്പോൾ തന്നെ $57 ഓ മൈ ഗാഡ്, പെട്ടെന്ന് ഇവൻ മണി ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്ക് റൺ അപ്ഗ്രേഡിൽ പോവാം. നമുക്ക് ഓട്ടത്തിൻ്റെ സ്പീഡ് നല്ലപോലെ വേണം, +6. ഓക്കെ ഗൈസ്, നമ്മൾ ഒരു 6 സ്പീഡ് അങ്ങോട്ട് കൂട്ടിയിട്ടുണ്ട്. 2000 രൂപ കൊടുത്തിടാം അതിന്. ഭയങ്കര കത്തിയാണ് ഗൈസ്. അടുത്തത് $7K ഗൈസ് അടുത്തതിന്. എന്നാൽ ഗൈസ്, ഞാൻ സ്ക്വാട്ട് എടുത്ത് ഒരു 500 എത്തിച്ചിട്ട് വരാം. ഓക്കെ, അങ്ങനെ ഗൈസ്, ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് 500 കിക്ക് പവറും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെയാണ് നമ്മളിവിടെ ശ്രദ്ധിച്ചത് റീബർത്ത് ഉണ്ട്. ഓക്കെ, റീബർത്ത് 1K പവർ ആകുമ്പോഴത്തേക്കും നമുക്ക് റീബർത്ത് ചെയ്യണം. ഇവന്മാരുടെ നിന്ന് പൈസ എടുത്തിട്ട് നമുക്ക് രണ്ടാമത്തേതായ ബോൺ കൊണ്ടുള്ള ആ ലിഫ്റ്റ് ചെയ്യുന്ന സംഭവം ഇല്ലേ, അത് മേടിക്കാം. വെയിറ്റ് ബോൺ ബാർവെൽ നമ്മൾ മേടിച്ച് ഗൈസ്. ഓക്കെ, ഇനി എത്ര വെച്ച് കയറുന്നുണ്ടെന്ന് നോക്കാം. എടാ, ഇപ്പം എത്ര വെച്ചാ കാണുന്നില്ലല്ലോ. ഇപ്പം 5 വെച്ച് കയറുന്നുണ്ട് ഗൈസ്. അതേതായാലും നന്നായി. ഇനി നമുക്ക് ഒരു കിക്ക് എടുത്ത് നോക്കാം. ഏറ്റവും അറ്റത്തൊന്ന് നിൽക്കുക, അപ്പോൾ ഒത്തിരി ദൂരം പോകും. എടാ, ഞാൻ ഞെക്കിയില്ലടാ. അയ്യേ ഗൈസ്, ഇത് ചീറ്റിപ്പോയി ഗൈസ്. ഞാൻ ഞെക്കാതെ തന്നെ ഇത് ചുമ്മാ വീണ്. അത്യാവശ്യം നല്ലത് കിട്ടിയാൽ മതി. എടാ, അറിയാതെ ഞെക്കിയതായാലും എന്താ ഗൈസ്, നമുക്ക് $60 ഗ്യാങ്സ്റ്റർ ഫുട്ടേറ വീണ്ടും കിട്ടിയിട്ടുണ്ട്. എപ്പിക്കല്ല, പ്ലാസ്മ കിട്ടിയിട്ടുണ്ട് ഗൈസ്. റെയർ ആയിട്ടുള്ള എപ്പിക് ലക്ക്.
മുമ്പേ അതിനേക്കാട്ടിൽ കൂടുതൽ ദൂരം പോയിട്ട് നമുക്ക് നോർമലായിട്ടേ ഭാഗ്യം എപ്പോൾ വേണമെങ്കിലും നമ്മളെ തേടി വരും. ഇതിന് നമുക്ക് നല്ല പൈസ കൊടുത്തിന് അപ്ഗ്രേഡ് ചെയ്യും. $600 പെർ സെക്കൻഡ്. അതായത് ഏതായാലും നല്ല ലാഭമാണ് ഗൈസ്. 800 രൂപയാക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി ആ 5K ഇപ്പം തന്നെ ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കി കഴിഞ്ഞു ഗൈസ്. ഇതാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിൻ്റെ ഗുണം. ഓക്കെ, ഇനി നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ട് ഉള്ള ഒരു കിക്ക് എടുക്കാം. ഓക്കെ ഗൈസ്, എക്സലൻ്റ് ആണ് വന്നേക്കുന്നത് ഇത്തവണ. നോക്കാം. ഓ ഗൈസ്, റയറിൻ്റെ പകുതി വരെ നമുക്കെത്തി. എത്രയാടാ? അയ്യേ ഗൈസ്, $17 ഗൈസ്. പക്ഷേ ഇപ്പം അത് വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം നമുക്കിപ്പം നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം മാക്സിമം പെറ്റിനെ ആക്കിയിട്ട് പൈസ ആക്കിയിട്ട് ബാർബെല്ല് മേടിക്കണം. എന്നിട്ട് ഒത്തിരി ഇതാക്കണം. 52K ആയിട്ടുണ്ട് ഗൈസ്. സ്പീഡ് കൂട്ടേണ്ട ആവശ്യമില്ല, സ്പീഡ് അത് തന്നെ മതി. ഇനി നമുക്ക് വെയിറ്റിന് എത്രയാണെന്ന് നോക്കാം. നെക്സ്റ്റ് വെയിറ്റിന് 75K. അപ്പം നമുക്ക് സ്റ്റോൺ കിട്ടും ഗൈസ്. സ്റ്റോണ് 5 മില്യണാ. അത്രയ്ക്കുള്ള വരുമാനം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നൊന്നുമില്ല. എടാ ഇത് 2K ആയി ഗൈസ്. ഇത് 2K ആയിട്ടുണ്ട് പെർ സെക്കൻഡ്. 2K. ഇത് ഇപ്പം തന്നെ നമ്മൾ 75K എത്തും. അവൻ മാത്രം മതി സത്യം പറഞ്ഞാൽ. പിന്നെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ള ഗ്യാസ്റ്റർ ഫുത്തേറേനെയും ശിവാനിനെ ആ സംഭവത്തിനെയൊക്കെ വെച്ചേക്കുന്നു. ഓക്കെ ഗൈസ്, നമുക്കങ്ങനെ ഫൈനലി 75K ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് മറ്റേ ബാർബെല്ലും കൂടെ മേടിക്കാം. സ്റ്റോൺ ബ്ലോക്ക് നമ്മൾ മേടിച്ചിട്ടുണ്ട് ഗൈസ്. ഇതിനെനിക്കൊന്ന് മിക്കവാറും 10 വെച്ചായിരിക്കും കൊടുക്കുന്നത്. യെസ് ഗൈസ്, എന്നാൽ നമുക്ക് ഒരു 700 പവർ എത്തിച്ചാൽ മതിയോ ഗൈസ് അപ്പുറം കിടക്കാൻ? നമുക്ക് നോക്കാം. ഇനി ഒരു 700 പവർ ഇപ്പം തന്നെ ആകുമല്ലേ? 700 ആയി ഗൈസ്. എന്നാൽ നമുക്കൊരു 1K എത്തിച്ചിട്ട് അടുത്ത റീബർത്ത് എത്തിക്കാൻ നേരത്താകുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഗൈസ്. എടാ ഇത് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അല്ലേ ഗൈസ്. ഇപ്പം തന്നെ കണ്ട നമുക്ക് 1K ഡോളറും പോട്ടെ, 1K പവറായടാ. നമുക്ക് ഇനി അറ്റത്ത് വന്നിട്ടൊന്ന് കിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എക്സലൻ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് റീബർത്ത് ആയി ഗൈസ്, അതും ചെയ്യണം. ഓ ഗൈസ്, ഇത്തവണ ആ മരവും കൂടെ കഴിഞ്ഞു പോയി. കഴിഞ്ഞ തവണ നമുക്ക് കൃത്യം ആ മരമായിരുന്നു. അയ്യോ, എന്നെ പിടിക്കാൻ വരുന്നേ. ഇല്ല ഗൈസ്, നമ്മളെ അവന്മാർക്ക് പിടിക്കാൻ പറ്റത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ് ഗൈസ്, നമ്മളെ പിടിക്കാൻ പറ്റത്തില്ല. ഇനി ഏതായാലും ഇവിടെ വെക്കാം. എനിക്ക് അപ്പുറത്തോട്ട് ഓടിപ്പോകാൻ മടിയാണ് ഗൈസ്. $25 അല്ലേ? അവനെ അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് അത്യാവശ്യം വലുതാക്കാം. നമുക്ക് 192Kയോ? ഈടാ മോനെ, 213K ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് റീബർത്ത് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് മാത്രം, നമുക്ക് കിക്ക് പവർ മാത്രം പോകും. കിക്ക് പവർ നമുക്ക് പിന്നെയും കൂട്ടാം. 500K. ക്യാഷ് റീസെറ്റ് ആക്കുമോ നോക്കാം ഗൈസ്, അതോ വേണോ? ക്യാഷ് റീസെറ്റ് ആക്കാൻ നല്ല ചാൻസ് ഉണ്ട് ഗൈസ്. അതുകൊണ്ട് ഞാൻ 500Kയുടെ മറ്റേ ആ ഒരു ഇതും കൂടെ ആക്കിയിട്ടേ ഞാൻ മേടിക്കുന്നുള്ളൂ. ഇത്രയും രൂപ വെറുതെ കൊണ്ടേ കളയണ്ടല്ലോ. ആ ഒരു ബാർബെല്ല് മേടിക്കുകയാണെങ്കിൽ നല്ലതല്ലേ ഗൈസ്? ബി നമുക്ക് ഇത്തവണയും കൂടെ പൈസ കളക്ട് ചെയ്താൽ മിക്കവാറും ആ ബാർബെല്ലും കൂടെ മേടിക്കാനുള്ളതാവും ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, ഇത്തവണ കൂടെ കളക്ട് ചെയ്ത 500K ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് മറ്റേ ബാർബെല്ലും കൂടെ മേടിക്കാം. ഓക്കെ, കോപ്പർ പ്ലേറ്റ് നമുക്ക് കിട്ടി ഗൈസ്. കോപ്പർ പ്ലേറ്റ് ഇനി ഏതായാലും നമുക്ക് റീബർത്ത് ചെയ്യാം. റീബർത്ത് ചെയ്താലേ കാര്യമുള്ളൂ ഗൈസ്. 1x ക്യാഷിന് നമുക്ക് ഡയറക്റ്റ് 2x ക്യാഷ് കിട്ടും. ഓക്കെ ഗൈസ്, ഞാനിങ്ങനെ യെസ് ഗൈസ്. എടാ പൈസ പോകത്തില്ലെന്ന് ഗൈസ്, നമ്മൾ വെറുതെ സമയം കളഞ്ഞ്. കിക്ക് പവർ മാത്രമേ പോകത്തുള്ളൂ. അത് നമുക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ട്രെയിൻ ചെയ്ത് കിക്ക് പവർ ഫുൾ ഓൺ പവർ ആക്കി എടുക്കാം. ഇനിയെല്ലാം കിക്ക് പവറൊക്കെ ചടപടാ കയറിക്കോളും എന്നാണ് എൻ്റെ വിശ്വാസം. 50 വെച്ച് കയറുന്നുണ്ട് ഗൈസ്. 50 വെച്ച് നമുക്ക് കിക്ക് പവർ ചടപടാന്ന് കയറുന്നുണ്ട്. ഇനി 10K ആണ് ഗൈസ് അടുത്ത റീബർത്തിനുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഒരു 5K പവർ ആക്കിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ കിക്ക് പവർ
5.5K, അതായത് എന്നാ 5500 മേളിലോട്ട് കിക്ക് പവർ എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പോയിട്ട് ഒരു കിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 6K പവർ ആക്കിയിട്ടുണ്ട് നമ്മൾ. നമുക്ക് കിക്ക് ചെയ്ത് നോക്കാം, നമുക്ക് എത്ര ദൂരം പോകും എന്നൊക്കെ നോക്കാം. ഇത്തവണ പെർഫെക്റ്റ് അടിക്കണം. ഓ ഗൈസ്, പെർഫെക്റ്റ് കിട്ടി. ബൈസൈക്കിൾ. യെസ് ഗൈസ്, റെയറും കഴിഞ്ഞ് പോയി ഗൈസ്, റെയറും കഴിഞ്ഞ് പോയി. എപ്പിക്ക് നമ്മൾ കിട്ടിയിട്ടുണ്ട് ഗൈസ്. എക്കിപ്പ് പകുതി വീണിട്ടുണ്ട്. ഓക്കെ, എപ്പിക്ക് എത്ര ഡോളറിൻ്റെ? ഫാസ്റ്റാ ഗൈസ്, ഫാസ്റ്റാന്ന് വരുന്നത്. $52 ഗൈസ്. ഇത് കിട്ടുമോ ഗൈസ്? മറ്റേ ഫാസ്റ്റ് ആയതുകൊണ്ട് നല്ല സ്പീഡ് കാണും ഗൈസ്. മറ്റേതിന്, ഏതിന്? നമ്മുടെ സ്വന്തം മറ്റേ പുറകെ വരുന്ന വേവിന്. നമ്മളെ പൊട്ടിക്കാറായില്ല ഗൈസ്. എന്നാലും നമ്മളെയൊക്കെ പൊട്ടിക്കണമെങ്കിൽ നമ്മളെയൊക്കെ പൊട്ടിക്കണമെങ്കിൽ ഇനിയും നല്ലത് വേണം. എടാ ഇവനെ ഓക്കെ ഗൈസ്. ഓക്കെ, ഇനി നമുക്കിപ്പോൾ കൊണ്ടുവന്നവനെ നമുക്ക് $1 million ആയി ഗൈസ്. $1 million. ഇനി ഈ $1 million ഇവനെ അപ്ഗ്രേഡ് ചെയ്യാം. ഗൈസ്, ഞാൻ ചുമ്മാ നെക്കി വിട്ട് ഇതാണ്ട് ഇവൻ 4K ആയി. എൻ്റെ പൊന്നടാവേ, ഇത്രയും പെട്ടെന്ന് ഇത്രയും പൈസ ഉണ്ടാക്കുമെന്ന് ഞാൻ അറിഞ്ഞോ? ഇവൻ ചുമ്മാ ഇനി പെട്ടെന്ന് നമുക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടും ഗൈസ്. ഇതാണ്ടേ പോയ 300K ഇപ്പം തന്നെ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്നാ പേടിക്കാൻ? ഒന്നും പേടിക്കാനില്ല ഗൈസ്. ഇനി നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പീഡ് കൂട്ടാം അല്ലേ? $1 million 1 million കുറച്ചാൽ +6 അത് ലാഭമാണോ? 4 എത്രയാ? 4 24 ആയിരിക്കും ഗൈസ്. ഞാൻ +6 സ്പീഡും കൂടെ ആക്കിയിട്ടുണ്ട്. ഒന്നും നോക്കിയില്ല, പൈസ പോട്ടെ, പണം പോട്ടെ, പവർ വരട്ടെ. നമ്മുടെ സ്പീഡ് 42 ആയി ഗൈസ്. നമുക്ക് ഒരു ലക്കി ബ്ലോക്കും കൂടെ തൊഴിച്ച് വിടാം ഗൈസ്. ഓക്കെ, പെർഫെക്റ്റ് നോക്കാം. ശരി ഗൈസ്, എക്സലൻ്റ് കിട്ടിയുള്ളൂ. നമുക്ക് നോക്കാം എവിടെ വരെ പോകുമെന്ന്. ഓക്കെ, റെയർ കഴിഞ്ഞു. ഓക്കെ ഗൈസ്, എപ്പിക്ക് പ്ലേസ് ചെയ്യാൻ നമ്മൾ വീണിട്ടുണ്ട്. ഓക്കെ, മാതുന്തുങ്ങാണ് നമ്മൾ ഇത്തവണത്തെ പെറ്റ്. $44. എടാ, നമ്മൾ $1K എത്തിക്കാന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അത്യാവശ്യം നല്ല പണിയാണ്. നല്ല പണിയുള്ള പണിയാണോ? ഓക്കെ, ഏതായാലും നമുക്ക് ഇതിനെയും കൂടെ പ്ലേസ് ചെയ്യാം. എന്നിട്ട് ലെജൻഡറി വരെ നമുക്ക് എത്തിക്കാൻ നോക്കാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ നമുക്ക് മാക്സിമം ലെജൻഡറി വരെ എത്തിക്കാൻ നോക്കാം. 1.3 മില്യൺ ആയിട്ടുണ്ട് ഗൈസ്. 1.3 മില്യൺ. പ്രോ ലിഫ്റ്ററാണ് ഗൈസ്. അയൺ പ്ലേറ്റിന് $7 മില്യൺ കൊടുക്കണം ഗൈസ്. നമ്മുടെ കയ്യിൽ അതിനുള്ളതില്ല. സോ നമുക്ക് പവർ കൂട്ടിയിട്ട് ഒരു 10K ആക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, 10K എന്ന് പറഞ്ഞിട്ട് നമ്മളിതാണ്ടേ 11.3K എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു കിക്ക് എടുത്ത് നോക്കാം. പെർഫെക്റ്റിലോട്ട്. എക്സലൻ്റ് കിട്ടി. ഓക്കെ, എവിടെ വരെ പോകും? ഇനി ലെജൻഡറി എത്തുമോ മക്കളെ? എടാ ഇല്ലടാ, എപ്പിക്കിൻ്റെ പകുതി വരെ എത്തിയുള്ളൂ ഗൈസ്. ഇവനെ നമുക്ക് മുമ്പേ കിട്ടിയതല്ലേ ഗൈസ്. ഇത് കൊള്ളത്തില്ല. വാട്ടർ ഡൈനോ കുഴപ്പമില്ല ഗൈസ്, അത്യാവശ്യം നല്ലതാണ്. ഇവനെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് ഒരു 4000-5000 വില ആക്കാം. വാട്ടർ ദീനോ ആണോ ആർക്കറിയാം ഗൈസ്. ഇനി ഇവനെ അപ്ഗ്രേഡ് അത്യാവശ്യം എത്തിക്കാം. അയ്യോ ഗൈസ്, എൻ്റെ പൈസ മുഴുവനായി ഇവൻ്റെ കൊടുത്ത്. മോനെ, നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ പൈസ മുഴുവൻ തന്ന്. ഇപ്പം കണ്ടോ ഗൈസ്, ഓരോ ഓട്ടോ ഓടുമ്പോഴത്തേക്കും ആ പൈസ മുഴുവൻ കിട്ടും. 2 മില്യൺ ആയി ഗൈസ്. 2 മില്യൺ 3 മില്യൺ ഗൈസ്. 3 മില്യൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് റീബർത്ത് ചെയ്യാം. ഓക്കെ, റീബർത്ത് 3x ക്യാഷാണ് ഗൈസ്. അത് ഭയങ്കര ലാഭമാണ്. ഓക്കെ, റീബർത്ത്. ഓക്കെ ഗൈസ്, നമ്മളിങ്ങനെ 2 റീബർത്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 2 റീബർത്ത്. ഓക്കെ, $3.8 മില്യൺ ആയിട്ടുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ വാല്യൂ. അയ്യോ, കിക്ക് പവർ ഇല്ലല്ലേ. അടുത്തതിനാണെങ്കിൽ നല്ല വിലയാണെന്ന് തോന്നുന്നു. 7 മില്യൺ. നമുക്കിപ്പോൾ തന്നെ മേടിക്കാം അതല്ലേ? നമുക്കിപ്പോൾ തന്നെ മേടിക്കാം ഗൈസ്. സെറ്റാക്കാം.
7 മില്യണൊക്കെ ചടപടേ നമുക്ക് സെറ്റാക്കാം. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ 7.5 മില്യൺ ആയി ഗൈസ്. ഈ തോന്നിയതല്ല ഗൈസ്, ശരിക്കും ആയായിരുന്നു. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് അയൺ പ്ലേറ്റ് മേടിക്കാം. ഓക്കെ, അയൺ പ്ലേറ്റ് മേടിക്കാം. അയ്യേ ഓക്കെ നൈസ്, നമുക്ക് അതിന് അയൺ പ്ലേറ്റ് മേടിക്കാം. ഓക്കെ, 7.2 മില്യൺ കൊടുത്തിട്ട് നമ്മൾ അയൺ പ്ലേറ്റ് മേടിച്ചിട്ടുണ്ട്. 150 വെച്ച് കയറുന്ന ഗൈസ്. വാട്ട് ദ ഹെക്ക് ഗൈസ്, 150 വെച്ച് നമുക്ക് കയറുന്നുണ്ട്. ഓക്കെ, നല്ല പെട്ടെന്നായിക്കോളൂ, അതുകൊണ്ട് സീനൊന്നുമില്ല. 150 × 2, ഇത് പെട്ടെന്ന് × 2 കിട്ടുന്നുണ്ട് ഗൈസ്. അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത റീബർത്ത് നമുക്ക് 100K ആണ് ഗൈസ്. അത് ഇച്ചിരി പണിയാണ്. ഏതായാലും അത്രയൊന്നും നമ്മൾ എത്തിക്കുന്നില്ല, നമുക്കൊരു 50K എത്തിച്ചിട്ട് കാണാം. ഓക്കെ, 50K ഒന്നും എത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് 21K ഉണ്ട്. ഇതായിരിക്കും ഗൈസ് നമ്മുടെ ലാസ്റ്റ് കിക്ക്. ഓക്കെ, ഇത് നമുക്ക് ലാസ്റ്റ് കിക്കാണ്. ഓക്കെ, ലാസ്റ്റ് കിക്ക് നമുക്ക് എത്ര രൂപയുടെ സാധനം കിട്ടും, എത്ര ദൂരം പോവും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എക്സലൻ്റ് കിട്ടിയിട്ടുണ്ട്. 22K ആയിരുന്നു ഗൈസ് നമ്മുടെ കിക്ക് പവർ ഗൈസ്. എന്നിട്ട് നമ്മൾ ലെജൻഡറി എത്തിയില്ല. വാട്ട്, കുഴപ്പമില്ല ഗൈസ്. മാതുന്തും $88 മാതുന്തുങ്ങിനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ആൻഡ് ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് റൺ ഓഫ് ദിസ് ഗെയിം. ഓക്കെ, എത്തുമോ ഗൈസ്? ഈസി പീസി ആയിട്ട് എത്തും ഗൈസ്, നമ്മൾ പറഞ്ഞില്ലേ. ഓക്കെ ഗൈസ്, കാത്തിനിപ്പം വിരാമമായി നമുക്ക് ലാസ്റ്റ് ഒരുത്തനെയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ വെക്കാൻ കാണിക്കുന്നില്ല, എനിക്കറിയത്തില്ല ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ റോബ്ലോക്സിൻ്റെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. കണ്ടുതന്ന എല്ലാവർക്കും ബിഗ് താങ്ക്സ്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.